വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ബീട്രൂട്ടിന്റെ ഇല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കണമെന്നൊക്കെ. നമസ്കാരം, സുമിയാണ്. ലൈഫ് പരൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ നാട്ടിലെ നമ്മുടെ മലപ്പുറംകാർ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് താളിപ്പ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുറേ ഭാഗങ്ങളിൽ ഈ താളിപ്പ് എന്ന് പറയുന്ന കറിയേ ഇല്ലാന്ന്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു താളിപ്പും ഒരു വറുത്തമീനും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറിനും പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രയും അടിപൊളിയാണ് കേട്ടോ താളിപ്പും വറുത്തമീനും ചോറൊക്കെ കൂട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിലെല്ലാം നമ്മൾ ലിലോങ്ങ പോകുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ ഞാൻ ഫിഷിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ നല്ല അയിലമീൻ മേടിച്ചിട്ടുണ്ട്. അയിലേൻ്റെ മീൻ പോലെ നടുവിൽ കുറച്ച് മുള്ളുള്ളൊരു മീൻ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഞങ്ങൾ കണ്ണനയില എന്നൊക്കെ പറയുന്നത്, കറക്റ്റ് പേരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് നല്ല മത്തൻ്റെ ഇല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്തൻ്റെ ഇല താളിപ്പും ചോറും മീൻ വറുത്തതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ജയരാജേട്ടൻ ഇവിടെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചൊക്കെ വെക്കാനറിയാമെന്ന് വെച്ചാൽ തോരൻ, ചോറ്, ചായ അതൊക്കെ വെക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മുന്നേ ഈ ചേട്ടൻ നിന്നത് സൗത്ത് ആഫ്രിക്കക്കാരുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കും മരണേട്ടനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇഡ്ഡലി. ഉണ്ടാക്കാനും സുഖമാണ്. അത് ഈ ഇഡ്ഡലി തട്ടിലൊഴിച്ച് ആവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ടല്ലോ. കുറച്ച് സമയം കഴിഞ്ഞതാകുമ്പോൾ മാത്രം തിരിഞ്ഞ് നോക്കിയാൽ മതിയല്ലോ. ദോശയൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ മറിച്ചിടാനും പിന്നെ കോരി ഒഴിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ദിവസമോ അല്ലെങ്കിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടപ്പെടാറ്. ദോശേനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഡ്ഡലി. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ റൈസ് മേടിച്ചിട്ട് അതുകൊണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ലോക്കൽ റൈസ് എന്ന് പറഞ്ഞാൽ മലാവിൽ കിട്ടുന്നതാണ് കിലിംബാരോ, ഫയ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് റൈസ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ പച്ചരിയായിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടും. പക്ഷേ ഞാൻ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒട്ടാറൊന്നുമില്ല. അതിനനുസരിച്ചിട്ട് ആണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ നല്ല അരി തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇഡ്ഡലിക്ക് മാത്രമായിട്ടുള്ള അരി കിട്ടുമല്ലോ, ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, ചെറിയ റൈസ്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാകുമ്പോൾ ഇഡ്ഡലി കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മറ്റത് ഇഡ്ഡലി കറക്റ്റായിട്ട് കിട്ടും, പക്ഷെ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ഒരു മത്തനൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി മത്തൻ. അതെ, നമ്മുടെ മത്തൻ വള്ളിയൊക്കെ നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. നിലത്ത് കൂടെ പോകുന്ന മത്തനായിരുന്നു, കുറേയൊക്കെ നിലത്ത് കൂടെ ഉണ്ട് അതിൻ്റെ വള്ളി. പക്ഷേ കുറച്ച് വള്ളി ഞാൻ ഈ ഒരു പന്തലല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മത്തൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ താളിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മണ്ണ് കൂടി ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഈ മണ്ണൊക്കെ ഈ ഇലയ്ക്ക് പോകുമല്ലേ. അപ്പോൾ പിന്നെ കഴുകണം കുറേ, പിന്നെ നമുക്ക് പറിക്കാനും തോന്നത്തില്ല കുറേ മണ്ണും ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഇല പറിച്ചെടുക്കാം. പിന്നെ നല്ല നല്ല ഇലകളുണ്ട് കേട്ടോ, നല്ല തളിരിലകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിലിതൊരു മത്തൻ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, പൊട്ടിച്ചാടുന്നുണ്ടാവില്ല കാരണം ഈ വള്ളിക്ക് അത്യാവശ്യം നല്ല ബലമുള്ള വള്ളിയാണ്. നല്ലൊരു മത്തൻ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് അരുണേട്ടനും മത്തനോട് വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്കിതിന് മത്തൻ്റെ ഇല ഇഷ്ടമാണ്, അരുണേട്ടനും ഇലയൊക്കെ ഇഷ്ടമാണ്. മത്തങ്കായനോട് നമുക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാവും, ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. മത്തനോട് ഇഷ്ടമല്ല, മത്തൻ്റെ ഇലേനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊരുപാട് മത്തൻ ഉണ്ടാവാനുള്ള കുഞ്ഞുകായ്കളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ കേട് വന്ന് പോവാണ്. ഇതിപ്പോൾ കേട് വന്നതാണ്, ഇത് ഉണ്ടാവില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മഞ്ഞ കളർ ഉണ്ട് ഇതിന്. നല്ല ഇലകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരുപാട് ഇലയൊന്നും നമുക്ക് ആവശ്യമില്ല, 1-2 ഇലയൊക്കെ മതി, ഒരു 3-4 ഇല മതി. മത്തൻ പൂവ് ഇട്ടിട്ടുണ്ട്, ഇത് ആൺപൂവാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിലെ കൂടെ ഇങ്ങനെ മത്തനൊക്കെ ഇങ്ങനെ വള്ളി കയറി നിൽക്കുകയാണ്.
എല്ലാ പ്രാവശ്യവും എനിക്ക് ഓണത്തിൻ്റെ ഈ സമയമാകുമ്പോഴത്തേക്കിനും ഒന്നുമില്ലെങ്കിലും മത്തൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ മത്തനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തമാനി ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുത്തു. ഇതുണ്ട് ചെറിയ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേടുവന്ന് പോയിട്ടോ. ഇങ്ങനെ തൂങ്ങി നിൽക്കുക, അതിങ്ങനെ നമുക്കിങ്ങനെ കൂടെ ഇങ്ങനെ കയറ്റുകയാണെങ്കിൽ തൂങ്ങി നിന്നാൽ എന്താണെന്ന് പറയുക, താഴത്തേക്ക് വീണ്ടും പോകുന്നത്. എനിക്കിത് ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഇലയൊക്കെ ഇത് തരുന്നുണ്ട്, നല്ല ഇല. പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് മത്തൻ്റെ ഇല, ചീരേൻ്റെ ഇല, അതുപോലെ മുരിങ്ങ ഇല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കണമെന്നൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ ഇല ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇല പറിച്ചിട്ട് തോരൻ വെക്കാന്ന്. ഇന്നിപ്പോൾ എന്തായാലും മനസ്സിൽ ആഗ്രഹിച്ചത് നല്ലൊരു താളിപ്പും പിന്നെ വറുത്ത മീനും കൂട്ടിയിട്ട് ചോറിനാണ് കേട്ടോ. അപ്പോൾ അതന്നെ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് മത്തൻ്റെ ഇല പറിച്ചെടുക്കാം കേട്ടോ. നല്ല തളിര ഇലകൾ നോക്കിയിട്ട് പറിച്ചെടുക്കാം. ഒരുപാട് മൂത്ത ഇല പറിക്കരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു മുള്ളു പോലത്തെ സാധനം ഉണ്ട് ഈ മത്തൻ്റെ ഇലയിൽ, അത് കൈ കിട്ടുന്നുണ്ട്. ഈ ഇല ഇവിടെ ഒന്ന് വെക്കുക കേട്ടോ, ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ താഴത്തേൽ അധികം മണ്ണാവാത്ത നല്ല ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ അതേപോലെ തന്നെ ഒരു കുറച്ച് പച്ചമുളകും പറിച്ചെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് നല്ല വലുപ്പമുണ്ട് കേട്ടോ, അതുണ്ടോ? അയ്യോ ഇല പോയി, കാറ്റാ, ഭയങ്കര കാറ്റാട്ടോ, അതുകൊണ്ട് ഇലയൊക്കെ മാറി പോവാണ്. കണ്ടോ പച്ചമുളക് നല്ല വലുപ്പമുള്ള പച്ചമുളക് കേട്ടോ. ഇലയൊക്കെ മാറും, കൊടുക്കട്ടെ കേട്ടോ, കാണുന്നുണ്ട് പച്ചമുളക്. അപ്പോഴേ ഈ കാണുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. നമ്മൾ താളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. സവോള അങ്ങനെ ഇടാറില്ല, ചെറിയ ഉള്ളി കിട്ടാത്ത സമയത്ത് നമ്മൾ സവോള ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് 1-2 ചെറിയ ഉള്ളി പറിച്ചെടുക്കാമെന്ന്. കാരണം എൻ്റെ അടുത്ത് വേറെ ചെറിയ ഉള്ളി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചോട്ടൊന്നും ഇതൊന്നും ആയി വരുന്നതേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, മണ്ണിൻ്റെ കുറവുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം മണ്ണിട്ട് കൊടുക്കണം ഇതിന്. നമുക്ക് ഒരു ചെറിയ ഉള്ളി അങ്ങ് പറിച്ചെടുക്കാം. ഉണ്ടായി വരുന്നേ ഉള്ളൂ. എന്താ ചെറിയ ഉള്ളി മൂത്തു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോവും, മഞ്ഞച്ച് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതൊക്കെ പച്ചയില്ല, ഇതേപോലെ ഇങ്ങനെ മഞ്ഞ വന്ന് ഉണങ്ങിപ്പോവും. അപ്പോഴാണ് നമ്മൾ ചെറിയ ഉള്ളി ഹാർവെസ്റ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു 3 ചെറിയ ഉള്ളി മതി. അപ്പോൾ അതുണ്ടോ, ഇതാണ് നമ്മൾ നട്ട് വെച്ചാലുള്ള ഗുണം. ഇതാണ്, നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പറിക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഈ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് ഇലയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി കിട്ടിയിട്ടുണ്ട്, കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ തങ്കുമോൻ ഇവിടെ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട്. തങ്കൂനെ തുറന്നു വിട്ടോ, ഉയിലേക്ക് ഓടി കളിക്കണേ. ഒക്കെ തങ്കു തങ്കു
അപ്പോൾ ഇതേ താളിപ്പ് വെക്കാനുള്ള 3 ഐറ്റംസ് നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്തിട്ടോ. പച്ചമുളകും ചെറിയ ഉള്ളിയും മത്തൻ്റെ അരിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളി നമ്മുടെ ഗാർഡൻ തന്നെ പറിച്ചെടുക്കാവുന്നതുള്ളൂ. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 1 വർഷം മുന്നേ ഞാൻ വെളുത്തുള്ളി കൃഷി ചെയ്തിരുന്നു കേട്ടോ. നല്ലോണം വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെളുത്തുള്ളി മുളച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൃഷി ചെയ്യണ പോലെയല്ല, വെളുത്തുള്ളീൻ്റെ ഒരു മുള വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ ഇതേ ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. പിന്നെ മത്തൻ്റെ ഇല ഇങ്ങനെ അരിഞ്ഞ് ഉപയോഗിക്കലൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പിച്ചി ചീന്തിയെടുക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വലിയ കുറച്ച് നാര് പോലത്തെ അതിൻ്റെ ബേക്കിലെ സൈഡിൽ ബേക്കത്തെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, പച്ച കളറിലുള്ള നാര് പോലത്തെ, അതിൽ കുറച്ച് തടി കൂടിയ നാര് പോലത്തെ നമ്മൾ എടുക്കില്ല. ഇങ്ങനെ ഇല ഇങ്ങനെ എടുക്കുക, പിച്ചി ചീന്തി എടുക്കുക ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മത്തൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കാണ്ട് ചെയ്യുന്നത്. എന്തെങ്കിലും പൊടിയോ ചെളിയോ എന്തെങ്കിലും പോയിക്കോട്ടെ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. പിന്നെ മത്തൻ്റെ ഇലയിൽ ചെറിയൊരു ഒരം എന്ന് വെച്ചാൽ ഒരു കൈ കുത്തുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാകും, ആര് പോലത്തെ. അത് വലിയ കുഴപ്പമൊന്നുമില്ല, കഴുകുമ്പോൾ പോകും. മത്തൻ്റെ ഇല ഉണ്ടല്ലോ നന്നായി കഴുകണം, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും വേണം കേട്ടോ. ഇനി പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്തിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കല്ല, അല്ലെ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കലല്ല, താളിപ്പിന് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യാം. ഇങ്ങനെ നുള്ളിയെടുക്കുകയാണ് ചെയ്യുക. തോരനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുക്കാം. അതായത് ഈ വലിയ നാരുകൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഈ ബേക്കിലുള്ള ഇത് കണ്ടില്ലേ, ഇതും നമ്മൾ എടുക്കൂല. ഇങ്ങനെ ഇങ്ങനെ പിച്ചി എടുക്കുക കേട്ടോ ചെയ്യുക. ഇവിടെ കട്ടട്ടെ വേസ്റ്റ്. ഇനി നമുക്ക് എടുക്കാൻ സുഖം ഇങ്ങനെ തല തിരിച്ച് പിടിച്ചാൽ മതി. ഈ വലിയ കട്ടിയുള്ള ചെറിയ ഈ അറ്റത്തെ നാരുകളൊന്നും കുഴപ്പമില്ല. ഈ കട്ടിയുള്ള നാരില്ലേ, അത് നമ്മൾ താളിപ്പിന് എടുക്കൂല, തോരൻ വെക്കുമ്പോൾ എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇലയൊക്കെ നുള്ളി കഴിഞ്ഞു. നമുക്ക് ഈ ഇല ഒന്നും കൂടെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ താളിപ്പ് ഉണ്ടാക്കാനുള്ള മത്തൻ്റെ ഇല ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി വട്ടത്തിനരിഞ്ഞത്, ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞത്. പിന്നെ ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള 2 സാധനം, ഒന്ന് വെളിച്ചെണ്ണയും ഒന്ന് കഞ്ഞിവെള്ളമാണ്. ഇത് രണ്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് പച്ചവെള്ളം കഞ്ഞിവെള്ളത്തിന് വേറെ ഉപയോഗിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ ഓയിലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണയും കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിനൊരു ടേസ്റ്റ്, അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുക. അപ്പം കഞ്ഞിവെള്ളം ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് റെഡി ആവണം. അപ്പോൾ അതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മീൻ ഇതാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, അയില പോലെ ഇരിക്കും. ഇതിൻ്റെ ഇവിടെ ഒരു മുള്ളു പോലത്തെ സാധനം ഉണ്ട്. ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, കണ്ണനയിലോ അങ്ങനെ എന്തോ ആണ് പറയണേക്കാം, കറക്റ്റിക്ക് അറിയില്ല പേര്. അപ്പം ഇത് നന്നാക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ എല്ലാ മീനൊക്കെ നന്നാക്കി ഒരു 2 മീൻ ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ താളിപ്പ് ഉണ്ടാക്കുന്നത് ഉച്ചത്തേക്ക് മാത്രമാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഉച്ചയ്ക്ക് തന്നെ വെച്ച് വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും. അപ്പോൾ പിന്നെ ഒറ്റ പണിയേ ഉള്ളൂ, വൈകുന്നേരം വീണ്ടും മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോൾ അതേ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ കഞ്ഞിവെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, ഇത്തിരി വെളിച്ചെണ്ണ മതി, ഒരുപാടൊന്നും വേണ്ട. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകും കാര്യങ്ങളൊന്നും വേണ്ട. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇടണം, ഈ വെളുത്തുള്ളി ഇടണം, ചെറിയ ഉള്ളി ഇടണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റത്തെ അപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള മുളക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇടാം.
ഇളക്കി കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവേണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളിപ്പിൻ്റെ കളറ്, ആ കറീൻ്റെ കളർ ഒരു ബ്രൗൺ കളറായി മാറും. പിന്നെ ഞാനിവിടെ നമ്മുടെ മട്ടരീൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഒരു ബ്രൗൺ കളർ ആയിരിക്കും. കാരണം വെള്ള കളർ അരീൻ്റെ കഞ്ഞിവെള്ളം എടുക്കുമ്പോഴാണ് അതൊരു വൈറ്റ് കളറിലുള്ള കഞ്ഞിവെള്ളം താളിപ്പ് ഉണ്ടാവുക. സാധാരണ താളിപ്പിന് നമുക്ക് വെള്ള കളർ ആയിരിക്കും കേട്ടോ, അത് കഞ്ഞിവെള്ളം വെളുത്തത് കിട്ടണേ കൊണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മട്ടരിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ നമുക്ക് ഇളക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ കളറായി. ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളക്കി നോക്കിയിട്ട് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് അല്ല, ഉപ്പിൻ്റെ അളവ്, അതായത് ഉപ്പ് കൂടിയല്ലോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഉപ്പ് കൂടിയ കുറച്ചും കൂടെ കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഉപ്പ് കുറവാണ്, അപ്പം കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, ഈ കഞ്ഞീൻ്റെ വെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കാം. നല്ലോണം ബബിൾസ് വരും. എന്നിട്ട് ഇല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മത്തൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കൊന്നും വേണ്ട. തുറന്ന് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. തുറന്ന് തന്നെ കുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഇളക്കി 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 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കുക. ഒരു സ്പൂൺ ഇവിടെ വെക്കുക. ഇത് നന്നായിട്ട് തിളച്ച്, നമുക്കറിയാലോ ഇലേൻ്റെ ആ ഒരു വെന്ത് കഴിയുമ്പോഴുള്ള ഇലേൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. അതാവുമ്പോൾ നമ്മൾ ഓഫ് ആക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ താളിപ്പ് ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് താളിപ്പ്. ഞങ്ങളെ മലപ്പുറംകാരെ മിക്ക വീടുകളിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല വറുത്ത മീനും താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചോറിനും പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ ഇലയൊക്കെ വെന്തിട്ടുണ്ട്. മത്തൻ്റെ ഇല വെന്തിട്ടുണ്ട് കണ്ടോ. മത്തൻ്റെ ഇല വെന്ത ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും. പിന്നെ ആ മത്തൻ്റെ ഇലേൻ്റെ ഒരു പച്ച കളറൊക്കെ നമ്മുടെ താളിപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിനെ ഓഫാക്കിയിട്ട് വേറൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ചോറ്, മീൻ വറുത്തത്, നമ്മുടെ താളിപ്പ്. ഞാൻ അരനേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അരനേട്ടൻ വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അരനേട്ടം വരാൻ കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മീൻകറി ആക്കി വെക്കാമെന്ന്. മീൻകറിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീൻകറി വെക്കാനും സുഖമാണ് പെട്ടെന്ന്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ മീൻകറിയും വെക്കുന്നത്. ഈ വെളിച്ചെണ്ണ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഉപയോഗിക്കുകയുള്ളൂ. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് തോന്നുന്ന കറികളുണ്ടാവുമല്ലോ. ഇപ്പം മീൻകറി, താളിപ്പ്, ഇതിനൊക്കെ വെളിച്ചെണ്ണ എടുക്കാറുള്ളൂ. അതേപോലെ ബീഫൊക്കെ വരട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഒഴിക്കാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാറ്. അങ്ങനെയും സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ. ഒട്ടുമിക്ക പ്രവാസികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് മീൻകറി ഉണ്ടാക്കുകയാണ്. അതിന് എണ്ണ ഒഴിച്ച് നമ്മുടെ ഉലുവ ഇട്ട്, കടുക് ഇട്ടിട്ടില്ല കേട്ടോ. കടുക് ഞങ്ങൾ മീൻകറിയിൽ ഇടാറില്ല. നോർമലി ആരും ഇടാറില്ല തോന്നുന്നു, അറിയില്ല. ഞങ്ങൾ കടുക് ഇടാറില്ല മീൻകറിയിൽ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് ഇടാറ്. പക്ഷെ ഞാൻ ഇവിടെ സവോളയാണ് ഇടുന്നത്. ഇത്രയൊന്നും ചെറിയുള്ളി നമ്മളടുത്ത് എടുക്കാറില്ല. പറിക്കാനായിട്ടില്ലല്ലോ ചെറിയുള്ളി, അതുകൊണ്ട് സവോള കുനുകുന അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ആ ഒരു എണ്ണയ്ക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് തക്കാളിയും കുടംപുളിയും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തട വരുമ്പോൾ മീനും ഇട്ട് നമ്മുടെ മീൻകറി ഉപ്പും ഇട്ട് മീൻകറി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മീൻകറി വൈകുന്നേരം പൊറോട്ടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പത്തേക്കിനും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഏകദേശം പുളി ഈ മീൻകറിയിൽ പിടിക്കും, മീനിലൊക്കെ പിടിക്കും. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മീൻകറിയൊക്കെ റെഡിയായി. ഇനി അരനേട്ടപ്പോൾ വരും. അപ്പോൾ ചോറുണ്ണണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, ഈ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു നമ്മുടെ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചോറും
നല്ല മീൻ വറുത്തതും മത്തൻ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തൻ്റെ ഇലയുടെ താളിപ്പ്. മത്തൻ കായ കൊണ്ടും താളിപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാ സാധനം കൊണ്ടും ഒട്ടുമിക്ക സാധനങ്ങൾ കൊണ്ടൊക്കെ താളിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇലത്താളിപ്പുകൾ, തക്കാളി താളിപ്പ്, പപ്പട താളിപ്പ്, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അരുണേട്ടൻ എന്താ ഉച്ചയ്ക്ക് വന്ന് കഴിക്കുകയാണ്. അരുണേട്ടൻ ഇന്ന് കുറച്ച് ധൃതി ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് കഴിച്ച് പോവുകയാണ്. അരുണേട്ടന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ലളിതമായിട്ടുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള കറികൾ കൂട്ടി കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും അരുണേട്ടനില്ല. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കറികളാണ് ഇഷ്ടം. അപ്പോൾ അതേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണ്. നല്ല വറുത്ത മീനൊക്കെ കൂട്ടിയിട്ട്. ഈ മീൻ എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ മീൻ കിട്ടാൻ വളരെ ഇത് കുറവാണ്. അതായത് മീൻ കിട്ടാറില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് മീൻ കിട്ടാറുള്ളത്. അപ്പോൾ അതേ മീനൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിനാണ്. പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും പൊറോട്ടയൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ താളിപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി, ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ. കാരണം ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു പല സ്ഥലങ്ങളിലും ഇങ്ങനെ താളിപ്പ് എന്ന് പറഞ്ഞൊരു റെസിപ്പി ഇല്ലാന്ന്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.